ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ സൂപ്പർ ടേസ്റ്റിൽ ബീഫിന്റെ ഒരു ലിവർ റോസ്റ്റ് ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. ലിവർ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് 1 കിലോ ബീഫിന്റെ ലിവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 4 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 10 വെളുത്തുള്ളി ഇവ നന്നായി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഏകദേശം 2 മിനിറ്റ് നേരം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 10 മിനിറ്റ് വരെ ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി നന്നായി പൊടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. ഇനി ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഇതൊന്ന് ഇളക്കി ചേർത്ത് നന്നായി യോജിച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിന്റെ ലിവർ ചേർത്ത് കൊടുക്കണം. 1 കിലോ ലിവർ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ നേരം വേവിച്ചെടുക്കണം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, നേരത്തെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയതായിരുന്നു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ലിവർ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ലിവർ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്കിനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫിന്റെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ബീഫ് ലിവർ റോസ്റ്റ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.